കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാടായിക്കാവിൽ ദർശനം നടത്തി. ഉച്ചയോടെയാണ് അദ്ദേഹം മാടായിക്കാവിൽ സന്ദർശിച്ചത്. സുരേഷ് ഗോപി ക്ഷേത്ര ദർശനം നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന് മാനേജർ നാരായണൻ പറഞ്ഞു. മാടായിപ്പാറയുടെ വികസനത്തിനായി അദ്ദേഹം ഇടപെടുമെന്ന് കരുതുന്നതായും മാനേജർ കൂട്ടിച്ചേർത്തു. വൻ ജനാവലി കേന്ദ്ര സഹമന്ത്രിയെ ആദ്യമായി കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ എത്തിയിരുന്നു. മാടായിക്കാവിൽ സാധാരണ ദർശനം മാത്രമേ സുരേഷ് ഗോപി നടത്തിയുള്ളൂ. സമയക്കുറവ് കാരണം പ്രത്യേക വഴിപാടുകളൊന്നും കഴിച്ചില്ല. സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ക്ഷേത്ര മാനേജർ നാരായണൻ പറഞ്ഞു. ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാടായിപ്പാറയുടെ വികസനത്തിനായി അദ്ദേഹം ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നാരായണൻ പറഞ്ഞു. തുടർന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് സുരേഷ് ഗോപി യാത്ര തിരിക്കുകയായിരുന്നു. കേന്ദ്ര സഹമന്ത്രിയെ ചുമതലയേറ്റ സുരേഷ് ഗോപി കണ്ണൂരിലെത്തിയത് രാവിലെയാണ്. പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തി. BJP നേതാക്കളായ AP അബ്ദുള്ളക്കുട്ടി, K രഞ്ജിത്ത്, C രഘുനാഥ്, N ഹരിദാസ്, ബിജു ഏളക്കുഴി, MR സുരേഷ് തുടങ്ങിയവർ ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് സുരേഷ് ഗോപി KG മാരാരുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്നാണ് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി CPM നേതാവുമായിരുന്ന EK നായനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കുന്നത്. ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്ന സുരേഷ് ഗോപി പിന്നീട് തൃശൂരിലേക്ക് മടങ്ങി.